ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരാധകരെയും ടീം മാനേജ്മെന്റുകളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്ങിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നതായി സൂചന. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ കൈമാറ്റങ്ങളിൽ ഒന്നാകാൻ സാധ്യതയുള്ള ഈ നീക്കവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയായതും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സഞ്ജു സാംസനെ സ്വന്തമാക്കുന്നതിന്റെ ഭാഗമായി ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ 2 പ്രധാന താരങ്ങളെയാണ് രാജസ്ഥാൻ റോയൽസിന് കൈമാറാൻ ധാരണയായിരിക്കുന്നത്. ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയും സാം കറനുമാണ് രാജസ്ഥാൻ റോയൽസിലേക്ക് ചേക്കേറുന്ന താരങ്ങൾ. ഈ താര കൈമാറ്റവുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ താരങ്ങൾ 2 ആഴ്ച മുമ്പ് ഒപ്പുവെച്ചിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ കൈമാറ്റത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുമെന്ന സൂചനയാണ്. മുമ്പ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഒരു സീസണിൽ നയിച്ചിട്ടുള്ള പരിചയസമ്പന്നനായ ജഡേജ തന്റെ കരിയറിലെ ആദ്യ ക്ലബായ രാജസ്ഥാൻ റോയൽസിൽ നായകസ്ഥാനം ലഭിക്കുമെന്ന ഉറപ്പിലാണ് ഈ നീക്കത്തിന് സമ്മതം മൂളിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാം കറനെ ടീമിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ റോയൽസിന് സാങ്കേതികപരമായ ചില പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. പ്രധാനമായും 2 വെല്ലുവിളികളാണ് രാജസ്ഥാൻ റോയൽസിന് മുന്നിലുണ്ടായിരുന്നത്. അതായത് ഒരു ടീമിൽ ഉൾപ്പെടുത്താവുന്ന വിദേശ താരങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് സാം കറനെ ടീമിലെടുക്കുന്നതിൽ രാജസ്ഥാന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചതായാണ് സൂചനയും. കൂടാതെ സാം കറന്റെ ഉയർന്ന പ്രതിഫലമായിരുന്നു മറ്റൊരു പ്രധാന തടസ്സം. ചെന്നൈയിൽ കറന്റെ പ്രതിഫലം 2.4 കോടി രൂപയാണ്. എന്നാൽ താര കൈമാറ്റത്തിന് മുമ്പ് ലേലത്തിൽ രാജസ്ഥാൻ റോയൽസിന് ബാക്കി ഉണ്ടായിരുന്നത് വെറും 30 ലക്ഷം രൂപ മാത്രമായിരുന്നു. ജഡേജയെയും കറനെയും ഒരുമിച്ച് സ്വന്തമാക്കാൻ നിലവിലെ വിലയേറിയ ചില താരങ്ങളെ വിൽക്കേണ്ടി വരുമെന്ന അവസ്ഥയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്. ഈ സാമ്പത്തിക വെല്ലുവിളി മറികടക്കുന്നതിനായി രാജസ്ഥാൻ റോയൽസ് അവരുടെ ടീമിലെ 2 പ്രധാന വിദേശ താരങ്ങളെ ഒഴിവാക്കിയതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ശ്രീലങ്കൻ താരങ്ങളായ മഹേഷ് തീഷ്ണ, ഹസരംഗ എന്നിവരെ ടീം ഒഴിവാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇവരെ ഒഴിവാക്കിയതിലൂടെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് സാം കറന്റെ പ്രതിഫലവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചെന്നാണ് വിവരം. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം വഹിച്ചിരുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്തേണ്ടത് രാജസ്ഥാൻ റോയൽസിന് ഒരു പ്രധാന വെല്ലുവിളിയാണ്. നിലവിൽ സഞ്ജു ക്ലബ്ബ് വിടുന്ന സാഹചര്യത്തിൽ യുവതാരങ്ങളായ യശസ്വി ജയ്സ്വാൾ അല്ലെങ്കിൽ ധ്രുവ ജുറേൽ എന്നിവരിൽ ഒരാളെ നായകസ്ഥാനത്തേക്ക് പരിഗണിക്കാനാണ് സാധ്യതയും. സഞ്ജു പരിക്കേറ്റ് പുറത്തായ സമയത്ത് റിയാൻ പരാഗ് നായകസ്ഥാനം വഹിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് പകരമായിട്ടായിരിക്കും ജയ്സ്വാളിനെയോ ജുറലിനെയോ പരിഗണിക്കുക. മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു സാംസന്റെ റോള് എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. MS ധോണിയുടെ പിൻഗാമിയായി ടീമിലെത്താൻ സാധ്യതയുള്ള സഞ്ജു ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തും മധ്യനിരയിലും നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ താരക്കൈമാറ്റം IPL ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. 2 പ്രധാന ടീമുകൾ തങ്ങളുടെ പ്രമുഖ താരങ്ങളെ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ ഇരു ടീമുകളുടെയും ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ കൈമാറ്റം എങ്ങനെ ഇരു ടീമുകളുടെയും അടുത്ത സീസണിലെ പ്രകടനത്തെ സ്വാധീനിക്കുമെന്നും ആരാധകർ ഉറ്റുനോക്കുകയാണ്.